എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ തിരുവെഴുത്താണ്. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാലികളായി തീർന്നു. എബ്രായ ലേഖനത്തെ പറ്റി 1-2 കാര്യങ്ങൾ നമ്മൾ പകല് ചിന്തിച്ചു. ഇതിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത് എന്നുള്ളത്. പ്രതിപാദ്യ പുരുഷൻ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. മൽക്കീസദേക്കിന്റെ കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പൗലോസ് രേഖപ്പെടുത്തുക, ഇവൻ എത്ര മഹാനെന്ന് നോക്കണം. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, അതാണ് ഇതിലെ വിഷയങ്ങൾ. എബ്രായ ക്രിസ്ത്യാനികളെ പറ്റി പഠിക്കുമ്പോൾ ഇവരിലെ സിംഹഭാഗം ആൾക്കാരും യഹൂദ മതം വിട്ട് ഈ നസ്രായ മാർഗത്തിലേക്ക് വന്നവരാണ്. യഹൂദ മതം വിട്ട് വന്നവരാണ്. യഹൂദനെ സംബന്ധിച്ച് യഹൂദനെ കണ്ടാൽ അറിയാം. യഹൂദനാന്ന് പറയുമെന്നും നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുക, ഞങ്ങൾ യഹൂദന്മാരാണ് പറയണ്ട. അവരെ കാണുമ്പോൾ അറിയാം യഹൂദനാണ്. എന്നോട് ഒരിക്കലും ഒരാൾ പറഞ്ഞു ഞങ്ങൾ യഹൂദന്മാരാണ് പറഞ്ഞു. ഇതിന്റെ കളറാണ്. ഞാൻ പറഞ്ഞ് കണ്ടപ്പോ എനിക്ക് മനസ്സിലാകുകയും ചെയ്തെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി കാണും. സഭയും സ്ഥലവും ഞാൻ പറയുന്നില്ല, കാരണം ചിലപ്പോൾ അവരും ഓൺലൈനിൽ കാണും. ഒരു പ്രയാസം ഉണ്ടാക്കണ്ട, നടന്ന കാര്യമാണ്. ഒരു സഭയില് ഞാൻ ശുശ്രൂഷയ്ക്ക് ചെന്നപ്പം എന്റെ കൂടെ ശ്രേഷ്ഠനായ ഒരു കർത്തദാസനുമുണ്ട്, പേര് പറയുന്നില്ല. അപ്പം അദ്ദേഹം ഉള്ളത് കൊണ്ട് ഞാൻ അവിടുത്തെ ലോക്കൽ സഭക്കാർ ശുശ്രൂഷനോട് പറഞ്ഞു, ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നില്ല. അദ്ദേഹം എന്നേക്കാൾ ശ്രേഷ്ഠനായ കർത്തദാസനാണ്. ഞാൻ ജനിക്കുന്നതിന് മുന്നേ സുവിശേഷം പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്നും കേൾക്കാൻ ആശയോടാണ് ഞാൻ ഇരിക്കുന്നത്. ഞങ്ങൾ വേറൊരു ദീർഘദൂര യാത്രയ്ക്ക് പോയപ്പോൾ സഭായോഗം മുടക്കാനില്ലോ, അതുകൊണ്ട് അടുത്തൊരു സഭയെ സംബന്ധിച്ചത്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടൊരു ഫാമിലി അവിടെ ഉണ്ട്. അവരോട് ബന്ധപ്പെട്ട അവിടെ ചെന്നു. അവിടെ സഭായോഗം കൂടിയ യാത്ര ചെയ്യപ്പോൾ സഭായോഗം മുടക്കുകയില്ല, യാത്രയ്ക്ക് തടസ്സമില്ല. അപ്പോൾ സഭായോഗത്തിനെ സംബന്ധിച്ചു. അപ്പം കർത്തദാസൻ പറഞ്ഞു, ശ്രേഷ്ഠരായ 2 കർത്തദാസന്മാരുള്ളത് കൊണ്ട് ഇന്ന് സാക്ഷ്യത്തിന് സമയമൊന്നും ഇല്ല, അവരിൽ നിന്ന് കേൾക്കണമല്ലോ. എങ്കിലും അത്യാവശ്യമായിട്ട് ആരെങ്കിലും ഒരു വാക്ക് പറയുന്നെങ്കിൽ പറയാം. അന്നേരം ആ സഭയിലെ ഒരമ്മ എഴുന്നേറ്റു. തോമാച്ചാന് പറയാൻ മനസ്സിലാകും, ഞാൻ യോഗം കഴിഞ്ഞ് പറയാം. അപ്പം അമ്മ എഴുന്നേറ്റ് പറയാം. അമ്മ സാക്ഷ്യമൊന്നുമല്ല, അമ്മ പറഞ്ഞു ഞങ്ങള് യഹൂദന്മാരാന്ന് പറഞ്ഞു. വിശേഷിച്ച് ഞങ്ങളുടെ വീട്ടുകാർ ബെന്യാമീൻ ഗോത്രക്കാരാ, അതിന്റെ മുഴുവൻ തെളിവും എൻ്റെ കയ്യിലുണ്ട്. ഞാനൊന്നും വേണ്ടിയില്ല, നമ്മുടെ അതിഥി അയച്ചതല്ലേ. അപ്പൊ പുറകെ എഴുന്നേറ്റ കർത്തദാസൻ ദീർഘവർഷങ്ങളായിട്ട് ഈ ശുശ്രൂഷയൊക്കെ ചെയ്ത ആളുകൾ അങ്ങനെ പറയാനും അറിയാം. അപ്പൊ അദ്ദേഹം എഴുന്നേറ്റം പറഞ്ഞു, ഈ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ഇവിടെ വന്ന് ആരാധനയെ സംബന്ധിച്ചത് വളരെ ഭാഗ്യമെന്ന് കരുതുന്നു. അപ്പം സാക്ഷ്യത്തിന് സമയം കൊടുത്തപ്പോൾ ആരും പറഞ്ഞില്ല. അപ്പം ഞാൻ ചിന്തിച്ചു, ദൈവം ചെയ്ത ഉപകാരവും നന്മയും പറയാൻ ആരും ഇല്ലാതെ പോയല്ലോ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരമ്മ എഴുന്നേറ്റപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായി. ഒരമ്മയെങ്കിലും ദൈവം ചെയ്ത ഉപകാരം പറയാൻ എഴുന്നേറ്റല്ലോ. അങ്ങനെ ഞാൻ സന്തോഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മയ്ക്ക് ഒരു ബോധമുള്ള അമ്മയല്ല എന്ന് മനസ്സിലായെന്ന് പറഞ്ഞ് പുള്ളി വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു. അമ്മ യോഗം തീരുന്നതിന് മുന്നേ പോവുകയും ചെയ്തു, ബെന്യാമീൻ ഗോത്രക്കാരി. പിന്നെ ഇതുവരെ ഞാനും കണ്ടില്ല ബെന്യാമീൻ ഗോത്രക്കാരി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. യഹൂദനെ കണ്ടാൽ അറിയാം. അവരുടെ സംസാരം, ശരീരപ്രകൃതി, വസ്ത്രധാരണം, സമീപനങ്ങള്, ഇടപാടുകള്, പിന്നെ തന്നെയല്ല അവർക്കാണല്ലോ ഇതെല്ലാം ഈ കൊടുത്തത്. ഇവര് തട്ടിക്കളഞ്ഞപ്പോഴാ നമുക്കിത് ലഭിച്ചത്. എന്തുവാ യഹൂദന്റെ ക്വാളിറ്റി? എന്തുവാ അവരുടെ വിശേഷത? നിങ്ങളാണ്ട റോമാലേഖനം
9-ാം അധ്യായത്തിന്റെ 3 മുതൽ ഒന്ന് വായിച്ച് റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള തിരുവെടുത്ത് ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരനായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണങ്ങളും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി. അപ്പൊ ഇത് യഹൂദന്റെ വിശേഷതകളെ പറ്റി പറയുക. ഒന്നുകൂടെ വായിച്ചോ സഹോദരി. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. ഇനി അവരുടെ വിശേഷത കൊടുത്തിരിക്കുക. അടുത്തത് അവർ ഇസ്രായേല്യർ. അപ്പൊ ഇവരുടെ വിശേഷതകളാ. അവർ ഇസ്രായേല്യര്. പിന്നെ പുത്രത്വം. അപ്പോൾ പുത്രത്വം അത് അവർക്കുള്ളതായിരുന്നു. യഹൂദന് മാത്രം പുത്രത്വം. പിന്നെ തേജസ് അതും അവർക്കാണ്. പിന്നെ നിയമങ്ങൾ അത് മുഴുവൻ അവർക്കുള്ളതായിരുന്നു. പിന്നെ ന്യായപ്രമാണം അതും അവർക്കാണ്. പിന്നെ ആരാധന അത് അവർക്ക് മാത്രമാണ്. വാഗ്ദത്തങ്ങളും അവർക്കുള്ളവാ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ പിതാക്കന്മാരും അവർക്കുള്ളതാ. പിതാക്കന്മാരും അവർക്കുള്ളവർ. അപ്പൊ ഇതെല്ലാം ഇവർക്കുള്ള വിശേഷതകളാണ്. ഇതൊന്നും നമുക്കില്ലായിരുന്നു. നമുക്ക് ആരാധന സ്ഥലത്തോട്ട് എത്തി നോക്കാൻ പോലും യോഗ്യത ഇല്ല. അങ്ങോട്ട് ചിലരൊക്കെ കയറ്റിയല്ല. ഇപ്പോഴും അങ്ങനെ കയറ്റാത്ത ഇടങ്ങൾ ഉണ്ട്. നമ്മുടെ ഇടയിലും ഉണ്ട്. നമ്മളൊക്കെ പറയാനേ നിങ്ങളുടെ ആൾക്കാരെ കണ്ട് അവിടെ കൂടുന്ന അങ്ങോട്ട് പോകാൻ. അവിടെ ഒരു സമയമുണ്ട്. വളവ് തിരിഞ്ഞ് ചെല്ലുമ്പം ആ കുഴിയുടെ താഴെ നമ്മുടെ കുഴിയുടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇവിടെ ഞങ്ങളുടെ ആൾക്കാരില്ല. എന്നെ ആർക്കും വലിയ മിണ്ടാട്ടമൊന്നുമില്ല. വേണ്ട എന്നെ തന്നെ പോകുന്നതാണ് നല്ലത്. ഇനി അങ്ങനെ ചിലര് പറഞ്ഞാൽ ചിലര് സഹകരിക്കത്തില്ല. അപ്പൊ പിന്നെ ഒരു 2 ആഴ്ച വരുവുള്ളൂ. പിന്നെ അങ്ങനെ സൂത്രബുദ്ധി എടുക്കുന്നവരുമുണ്ട്. മിണ്ടുകയില്ല, മൃഗലിക്കയില്ല, കൈയും കൊടുക്കുകയില്ല. അവരെ എങ്ങും ആരാധന ഇല്ലല്ലെന്ന് ഓർത്താ വന്നത്. അവരോട് സഹകരിക്കുന്നില്ല. 3 ആഴ്ചയാകുമ്പോൾ അവർ പറയും നമുക്ക് അങ്ങോട്ട് പോകണ്ട. അപ്പം നമ്മളോട് വേറൊരാൾ ചോദിക്കുക, അവർ നിങ്ങളുടെ സഭയിൽ വന്ന് നിങ്ങൾ തന്നെ ഞങ്ങൾ വരണ്ടെന്നൊന്നും പറഞ്ഞില്ല. സത്യമല്ല, വരണമെന്നും പറഞ്ഞില്ല. നമ്മുടെ സൂത്രബുദ്ധി എന്ത് സൂത്രബുദ്ധിയാണ് നമുക്ക്. നിങ്ങൾക്ക് മനസ്സിലാകാഴിയൊന്നും നിങ്ങൾ നാട്ടിൽ നിന്നോട്ട് വന്ന നല്ല ആൾക്കാരാ. പിന്നെ മനസ്സിലാകാഴിയൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം കാണുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. എന്റെയും നിങ്ങളുടെയും സൂത്രബുദ്ധിയും ഈ വിക്രിയകളെല്ലാം നന്നായിട്ട് കാണുന്നൊരു ദൈവമുണ്ട്. അപ്പൊ ഇത് യഹൂദന്റെ വിശേഷതകളാണ്. അവർക്കാ ഇതല്ല. ഇനി ഞങ്ങൾ യഹൂദന്മാരാന്ന് പറയുന്നവര് വേറൊരു കാര്യം കൂടെ ചിന്തിക്കുന്നത് നല്ലത്. ഇവരുടെ കുഴപ്പടിയും കൂടെ ഒന്ന് വായിച്ചു. അത് വായിക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15 ഇവരുടെ കുഴപ്പടി. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. യഹൂദർ കർത്താവായ യേശുവിനെയും കണ്ടോ യഹൂദന്മാർ അല്ലെങ്കിൽ യഹൂദര് കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും. അതാരാ വായിക്കുന്നത്? എവിടെ? വായിച്ചു ചങ്ങന്നൊരു കാര്യ വായിച്ചു. സ്വന്തം പ്രവാചകന്മാരെയും ഒന്നുകൂടെ വായിച്ചു. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും. അങ്ങനെയുണ്ട്. നല്ല പറ്റിയ ആൾക്കാരാ. ഞങ്ങൾ യഹൂദന്മാരാണെന്ന് പറയുന്നവർ ഇതുകൂടെ അടിവരട്ടോ. ഒന്നുകൂടെ വായിച്ചു കേൾക്കട്ടെ. എല്ലാവരും കേൾക്കട്ടെ. ഇവിടെ ഇരിക്കുന്നവര് മാത്രമല്ല, ഓൺലൈനിലുള്ളവരില്ല.
കാര്യം. ഇതിന് ശേഷമായിട്ടും ആരെങ്കിലും കേൾക്കണ്ട. ഏതെങ്കിലും ചെവി തുറക്കുകയാണെങ്കിൽ തുറക്കണ്ട. യഹൂദർ കർത്താവായ യേശുവിനെയും യഹൂദന്മാരെ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും. നല്ല സ്വഭാവം. ഇവന്മാർ യേശുവിനെ കൊന്നവന്മാർ. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കി എടുത്തോണ്ടിരിക്കുക. പുള്ളിക്കാരി എടുത്തല്ലോ അത് പണി. യഹൂദന്മാരെ കർത്താവാകുന്ന യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെ കൊന്നവരും. അടുത്തത് ഞങ്ങളെ ഓടിച്ചു കളഞ്ഞു. സുവിശേഷക്കാരെ ഓടിച്ചവന്മാരാ. പൗലോസിനെയും അപ്പല്ലോസിനെയും അഖിലാവിനെയും ക്രിസ്ത്യനെയും ലൂക്കോസിനെയും എല്ലാവരും ഓടിച്ചവരാ. ഓടിച്ചവരും. പിന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും. ഒരു വിധത്തിലും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും. ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും. എങ്ങനെയുണ്ട്? സകല മനുഷ്യർക്കും വിരോധികളും. നിങ്ങൾക്ക് മനസ്സിലാകാനിയാണോ അതോ വാക്യം കാണാനിട്ടാണോ? അത് നിങ്ങളെ വൈരാഗ്യപ്പെടുന്നത് ഞാൻ എഴുതിക്കൊണ്ട് വന്നത് പോലെയാണ്. പുള്ളി ഇത് മനഃപൂർവ്വം കാവാലത്തിൽ എഴുതിക്കൊണ്ട് അല്ല നിങ്ങളുടെ ചിലരുടെ ഞാൻ പഴയ ഭാഷയൊക്കെ പറയും. സ്റ്റാൻഡേർഡൊന്നുമില്ല. നിങ്ങളുടെ മോത കണ്ടിട്ടേ ദൈവത്തിന് മഹത്വം. സകല എണ്ണത്തിനും വിരോധമില്ല. ഒന്നുകൂടെ വായിച്ചോ വാക്യം. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും. സുവിശേഷ വേലക്കാരെ എല്ലാം ഓടിച്ചു കളഞ്ഞവർക്ക് സുവിശേഷത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. സുവിശേഷം അത് യേശു ക്രിസ്തുവാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. ആ സുവിശേഷത്തെ തിരസ്കരിച്ചവരാ, ഓടിച്ചവരാ. ഞാൻ പറഞ്ഞ കാര്യം തോമാച്ചാന് പിടി കിട്ടുന്നില്ലേ? ഈ വാക്യം അടിവരെ കിട്ടോണം, അടിവരെ കിട്ടോണം. കാര്യം എന്നാന്ന് എനിക്കും തോമാച്ചനും പിടി കിട്ടും. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഭക്തനാണ്. അതുകൊണ്ടല്ലോ ആ നിലയിൽ പെൺപിള്ളേരെയല്ല. ഇപ്പൊ ഞാൻ അത്ര പറയുന്നുള്ളൂ. അതിന്റെ നന്മയുണ്ട്. യഹൂദന്മാരെ പറ്റി പറയുക. ഇവര് ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും. പിന്നെ അടുത്തത് ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും. ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും. സകല മനുഷ്യർക്കും വിരോധികളും. ജാതികൾ രക്ഷിക്കപ്പെടുന്നതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് എങ്ങനെയുണ്ട്? ജാതികൾ രക്ഷിക്കപ്പെടുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അല്ല ഇതിപ്പോ യഹൂദന്മാരെ പറ്റി പറയുന്നെങ്കിലും നമ്മുടെ ആളുകൾ എല്ലാവരും ഒന്നും രക്ഷിക്കപ്പെട്ട് സമയം വരുന്നത് ഇഷ്ടം പോലെ ഉണ്ട്. പേര് വേണേ ഞാൻ പറയും. ഇപ്പൊ പറയത്തില്ല, ലൈവ് പറയുന്നില്ല. ഞാൻ എന്നെയും കൂടെ നമുക്ക് ഭയങ്കര ആത്മഭാരം കയറി നമ്മൾ ആന്ധ്രായിക്കാ പോകുന്നത്. എവിടെ പോയി? ഛത്തീസ്ഗഡിൽ ആത്മാക്കളെല്ലാം നശിച്ചു പോകുന്നു. ആയിക്കോട്ടെ, നമ്മുടെ ചേർന്ന് താമസിക്കുന്നതിനോട് മിണ്ടുകയല്ല. നമ്മളെന്നിട്ട് ഛത്തീസ്ഗഡിന് ഓടുക. അവനുമായിട്ട് മിണ്ടിയിട്ട് വർഷം 15 കഴിഞ്ഞു. അമ്മയുടെ ചെറുപ്പത്തിൽ ഭർത്താവ് ഒരു കുഞ്ഞേ ഉള്ളൂ. അടുക്കളപ്പണിയൊക്കെ ചെയ്താൽ ഇവനെ വളർത്തിയത്. അമ്മയും മോനും അതുപോലെ ജീവിച്ചത്. ഒരു ദിവസം പോലും രണ്ടുപേരും വേറിട്ട് താമസിച്ചിട്ടില്ല. പൊന്നെ പോലെ ഇവനെ വളർത്തിയത്. അങ്ങനെ ഇവനെ മിടുക്കനായി ഒരിക്കൽ സഭായനത്തിന് കൂടിയപ്പം അന്നത്തെ ശുശ്രൂഷയിൽ ഇവനങ്ങ് സമർപ്പിച്ചു. സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചു. അന്നേരം ഇവനെ അമ്മയോട് ചോദിച്ചില്ലേ, യോഗത്തിനിടയിലല്ലേ സമർപ്പിച്ചേ. അപ്പോൾ അന്നേരം തന്നെ എഴുന്നേറ്റിച്ച് പറഞ്ഞു, ഞാൻ സുവിശേഷ വേലയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ പോവാന്ന് പറഞ്ഞു. എന്നും പാപിയില്ലാഞ്ഞിട്ടാണോ നീ? രസകരമാണല്ല അടുത്ത ഡയലോഗ്. പിന്നെ ആരും പാപം ചെയ്യാനില്ല, ഞാൻ പാപം ചെയ്യാം. എന്നാലും നീ രാജസ്ഥാന്
ഇട്ട് നോക്കിയ ഒരു ഭാവിയെ എനിക്ക് തോന്നുന്നത് കൂടുതൽ ആൾക്കാർ ആ ഏരിയയിൽ ഉണ്ടോ എന്ന് വരും. അല്ല, അത് വെച്ചാ ഞാൻ പറഞ്ഞു, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നതും അപ്പൊ പാപികൾ എല്ലായിടത്തും ഉണ്ടല്ലോ. ദൈവത്തിന് മഹത്വം. ജാതികൾ രക്ഷിക്കപ്പെട്ട് കൃപയ്ക്ക് വരുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ഇവിടുത്തെ എനിക്കറിയത്തില്ല, നാട്ടിലെ ഇവിടെ ആകെ ഒരു സമയമുള്ളൂ. നന്നായി പോട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, അനേക ആത്മാക്കളെ ദൈവം തരട്ടെ. ചില ഇടങ്ങളിലൊക്കെ നാട്ടിലൊക്കെ ഉണ്ട് അങ്ങോട്ട് ഈ കാശുള്ളവരെല്ലാം കൂടെ ചേർന്നൊരു സഭ. കാശുകാരില്ല, കാശില്ലാത്തവരെല്ലാം ചെന്നാൽ മുമ്പേ പറഞ്ഞാൽ മൈൻഡ് ചെയ്യത്തില്ല. രണ്ടാഴ്ച എന്ന് ചവൻ പിന്നെ അങ്ങനെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ കാശില്ലാത്തവരെല്ലാം കൂടെ ചേർന്ന്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാൻ എപ്പോഴും ഞാൻ പറയുന്നതാ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്നുകൂടെ പറയാം. ഈ പി ഗോപി എന്ന് പറയുന്നൊരു കർത്തൃദാസനുണ്ട് കോട്ടയത്തിനടുത്ത് ചിങ്ങവനത്ത് പാക്കിൽ. പി ഗോപി സുവിശേഷം നന്നായിട്ട് പ്രസംഗിച്ച അദ്ദേഹത്തിന്റെ ബൈബിൾ കൊയ്ത്തെന്ന് പറഞ്ഞു. അദ്ദേഹം ദൈവസന്നിധി ചേർക്കപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ മകനെ രാജീവ് എന്നെ വിളിച്ചു പറഞ്ഞ്, അച്ചായം വന്ന് വേണം ശവസംസ്കാര ശുശ്രൂഷ സെമിത്തേരിയിൽ ചെയ്യാൻ. പപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെന്നു. വീട്ടിലെ ശുശ്രൂഷ. അപ്പം ഞാൻ ഓർത്ത് വീട്ടിലായിരിക്കും, അതിനടുത്ത സമയത്ത് വല്ലവരും അടക്കുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, അടക്കുന്നത് കോട്ടയത്തെങ്ങും അല്ല, വാഗമണ്ണിനപ്പുറമാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വരാം. അപ്പം വീട്ടിലെ ശുശ്രൂഷ കഴിഞ്ഞ് വാഗമണ്ണിന് പോവാൻ ഡെഡ് ബോഡിയായിട്ട് പണ്ട് സഹോദരന്മാരും കൂടെ മുന്നേ അങ്ങ് പോയി. അവർ ആംബുലൻസ് ഡെഡ് ബോഡിയായിട്ട് വരുമല്ലോ. മുന്നേ പോകാൻ കാരണവും രാവിലെ മുതലൊന്നും കഴിച്ചില്ല. അപ്പം വീട്ടിൽ നിന്ന് ഡെഡ് ബോഡി എടുത്തപ്പോൾ തന്നെ 12 നല്ല ക്ഷീണം. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, ഇത് അങ്ങ് വരുമ്പം 2 മണിയൊക്കെ ആകുമായിരിക്കും, എന്തേലും ഒന്ന് കഴിക്കാം, അപ്പം നമുക്ക് മുന്നേ അങ്ങ് പോകാം. ഞങ്ങൾ പോയ വഴിക്ക് ചോറും കഴിച്ചു. അങ്ങ് നേരത്തെ വാഗമണ്ണി ചെന്നു. അപ്പം ഡെഡ് ബോഡി പിന്നെ അവർ വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ പോകുമ്പോലെ ആംബുലൻസ് വരാനൊക്കത്തില്ലല്ലോ ഡെഡ് ബോഡിയായിട്ട്. ഇവർ പുറകെ വരിക. അപ്പം വാഗമണ്ണി ഞങ്ങൾ നിന്നപ്പം ഒരു വെള്ളം കുടിച്ചപ്പോൾ ഒരു സഹോദരന്മാർ കൊച്ചുമാൻ പരിചയമുണ്ട്. കൊച്ചുകൊണ്ട് അച്ഛാ ഇവിടെ അതൊരു സഭയാണ് പറഞ്ഞു. ഒരു കോളേജ് കൂട്ടി കാണിച്ച് അതൊരു സഭയാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു സഭയുണ്ട്. എനിക്കത് ഏത് സഭയാണ്? IPC പറഞ്ഞില്ല, അത് ചർച്ച് ഓഫ് ഒക്കലാഴിയാന്ന് പറഞ്ഞു. ഇത് ചർച്ച് ഓഫ് ഗോഡ്. ഒക്കലോഹമാനൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ ചർച്ച് ഓഫ് ഒക്കലാഴിയ. അപ്പൊ ഞാൻ ആൾക്കാരില്ല അവിടെ, അവന്റെ ഭാഷയാണ്. ഒക്കുകയല്ലാത്ത ആൾക്കാർ നമ്മുടെ ചേർന്ന് നടത്തുന്ന ഒരു സഭയാണ്. അതിന് നാട്ടുകാരിട്ട പേരാണ് ചർച്ച് ഓഫ് ഒക്കലാഴി. വെട്ടുപിണക്കാരനും കുതിവെട്ടുകാരനും കുതികാല് വെട്ടുകാരനും അങ്ങനെ ഉണ്ടല്ലോ, അവരെല്ലാം കൂടെ കൂടി പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് അതിന് ചർച്ച് ഓഫ്. അപ്പൊ അങ്ങനെ ഒരു സഭയെ ഞാൻ കണ്ടു. നമ്മുടെ ആൾക്കാരെ ആത്മഭാരമൊക്കെ പറയും, നന്നായിട്ട് ആത്മഭാരം പറയും. പക്ഷേ തരം തിരിച്ച് ചിലർ ഇടപെടും. അത് ദൈവസ്നേഹമല്ല. യഹൂദന്റെ കൊലപ്പടിയിൽ ഒന്നാണ് ജാതികൾ രക്ഷിക്കപ്പെടുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ചില സഭയില് ചെന്നേ പുതിയതായിട്ട് ആൾക്കാർ വരുന്നവർക്ക് ഇവിടെ നിങ്ങൾ കണ്ണുതിരൊഴുക്കി പ്രാർത്ഥിക്കുക, ദൈവമേ ആത്മാക്കളെ തരണേ. സഭയൊന്നും പറഞ്ഞില്ല, ഞാൻ വേണ്ട, എന്തിനാ? അവര് ഒരിക്കൽ മൂപ്പന്മാരെല്ലാം കൂടെ പറഞ്ഞു, ഇനി ഇവിടെ ആരുമാരുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും മാറി. അത് ഏതാന്ന് ഞാൻ പറയുമ്പോൾ തോമാച്ച അതിന് പിടികിട്ടും. ഞാൻ യോഗം കഴിഞ്ഞ് പറയാം. മൂപ്പന്മാര് പറഞ്ഞു, ഇനി ഇവിടെ ആരും വരണം, ഞങ്ങൾ മതിയെന്ന് പറഞ്ഞു. ഞങ്ങളുണ്ട്. ഇത് ഈ ടൈപ്പ് തന്നെ. സ്തോത്രം. ജാതികൾ രക്ഷിക്കപ്പെട്ടു വരുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ഇങ്ങനെയുള്ളതായി യഹൂദന്മാർ. ആട്ടെ, നമുക്ക് ആ ഭാഗം അങ്ങ് വിട്ടേക്കാം, നല്ല വശത്തേക്ക് വരാം. ഇവർക്ക് വിശേഷത ഒത്തിരിയുണ്ട്. ഒരു യഹൂദനെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. യഹൂദനാന്ന് പറയണ്ട, കണ്ടാലറിയാം. അതുകൊണ്ടാണല്ലോ വെള്ളം ചോദിച്ചുടനെ വെള്ളം തരാമെന്നോ തരികയെന്നല്ല പറഞ്ഞത്. യഹൂദനായിരിക്കുന്ന നീ ശമരിയാക്കാരിയായ എന്നോട് വെള്ളം ചോദിക്കുന്നു, അതാ പറഞ്ഞ. എന്നാ വെള്ളം തരാമെന്നോ തരികയല്ലെന്നോ അതല്ലല്ലോ ആദ്യം പറഞ്ഞു. ചോദിച്ചിട്ട് വെള്ളം തരാമെന്ന് ചോദിച്ചു, കുടിക്കാൻ. ഞാൻ ആ ഭാഗം പറയുമ്പോ ആരും കാണരുതെന്നും പറഞ്ഞ ഇവള് അവിടെ ചെന്നത് വെള്ളം കോരാൻ. ഉച്ചയ്ക്കല്ലേ ചെന്നേ? ഉച്ചയ്ക്കാണ്.
സാധാരണ നാട്ടിലൊക്കെ വെള്ളം കോരുന്നത് എപ്പോഴാണ്? ഒന്നെങ്കിൽ രാവിലെ അല്ലേ വൈകുന്നേരം, വെയിൽ കുറയ്ക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ വെയിൽ ആറിയതിനു ശേഷം. പണ്ടൊക്കെ ഇതുപോലെ ടാപ്പിന്റെ സൗകര്യമൊന്നുമില്ല, കിണറ്റിൽ മോട്ടറും ഒന്നുമില്ലല്ലോ. അപ്പം എല്ലാവർക്കും കിണറുമില്ല. ധാരാളം ആൾക്കാർ തിങ്ങി പാർക്കുന്നിടത്ത് പഞ്ചായത്ത് ചിലപ്പോൾ കിണർ കുത്തും. അപ്പൊ അവിടെ ചെന്നാ വെള്ളം കോരുന്നു. ഇല്ലേ വൈകുന്നേരം അങ്ങനെ വെള്ളം കോരുന്നു. ഉച്ചയ്ക്ക് വെള്ളം കോരാൻ പോകുന്നത് വളരെ ചുരുക്കം ആൾക്കാർ പോകുകയല്ല. പക്ഷെ ഈ സഹോദരി ഉച്ചയ്ക്ക് പോയത് അങ്ങനെയല്ല എഴുതിയേക്കുന്നത്. ഉച്ചയെന്ന് എഴുതിയിട്ടില്ലെങ്കിലും കണക്ക് വായിക്കുമ്പോൾ അങ്ങനെ ഉച്ചയ്ക്കാണ്. ഒരു പാട്ടുണ്ടായിരുന്നു, നട്ടുച്ച നേരത്ത്, അതിൽ വന്ന് പാടും. ഭാഷ ഞാൻ പാടിയ തെറ്റും അതായിരിക്കും. നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ. അമേരിക്കക്കാരായതുകൊണ്ട് ഞാൻ പാടിപ്പിക്കുന്നില്ല, നാരി എന്നുള്ളത് തെറ്റരുതല്ലോ, അതുകൊണ്ട് ഞാൻ പാടിപ്പിക്കുന്നില്ല, പ്രയാസം ഉണ്ടാക്കണ്ട. അപ്പം അവള് പറയാ, അയ്യോ നീ യഹൂദൻ, ഞാൻ ഇന്നൊരു ശമരിയായ സ്ത്രീ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ. അയ്യോ ഞാനൊരു യഹൂദൻ, അയ്യോ നീ യഹൂദൻ, ഞാൻ ഇന്നൊരു ശമരിയായ സ്ത്രീ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ, ഞാൻ കോരിയ. നമ്മളെ ഇങ്ങനൊക്കെ പാട്ടൊക്കെ പാടും, എന്നാലും നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ ഉണ്ട്. നാട്ടിലൊക്കെ കർത്തൃമേശ നടക്കുന്ന സമയത്ത് ചിലർ ആദ്യം അങ്ങിരിക്കും. കർത്തൃമേശമുള്ള ദിവസം അതുവരെ പുറകിലായിരിക്കും. തിരുമേശമുള്ള ദിവസം എന്നാന്ന് മനസ്സിലായി കാണും ഇല്ല, യോഗം കഴിഞ്ഞ് മനസ്സിലാകും. എന്നോട് ഒരാൾ പറഞ്ഞ് ഞാൻ സെപ്പറേറ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞൊരു കപ്പ്. ഇപ്പൊ പിന്നെ അങ്ങനെ ആണല്ലോ ചർച്ചിലല്ല. കോവിഡ് വന്നത് ചിലർക്ക് ഗുണമായി കേട്ടോ, അതിന്റെ പേര് പറഞ്ഞ് അതെ ആയിക്കോട്ടെ, ഞാൻ എതിർക്കുന്നു. ദൈവത്തിന്റെ മകൻ ചിലർക്ക് വിശുദ്ധ ചുംബനം കൊടുക്കുന്നതും വലിയ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ചിലരെ ഈ കൊരവള്ളിക്കാണ് കൊടുക്കുന്നത്. എനിക്കറിയാവുന്ന ഒരാളോട് അങ്ങോട്ട് ചുംബനം കൊടുക്കില്ല, പുള്ളി ഇങ്ങനെ നിന്ന് കൊടുക്കും. വേണമെങ്കിൽ രണ്ടു വശത്തും വെച്ച നമ്മൾ ഒരു ചടങ്ങ്, അല്ലാതെ ഒന്നുമല്ല. അതെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. യഹൂദനെ കണ്ടാൽ അറിയാം, ഒത്തിരി വിശേഷതകളുമുണ്ട്. അപ്പൊ ഈ എബ്രായ വിശ്വാസികളിൽ സിംഹഭാഗം ആൾക്കാരും യഹൂദ മതം വിട്ട് നസ്രായ മാർഗത്തിന്റെ പുറകെ വന്നവരാണ്. ഞാനിപ്പോ നസ്രായ മാർഗം എന്ന് പറയാൻ എനിക്കിപ്പോ ബുദ്ധിമുട്ടായിരുന്ന ഇത് ഇപ്പൊ മതമായി വന്നിരിക്കുക. അതെ, പണ്ടിത് നമ്മൾ പറയും ഇത് മതം മാറ്റുമല്ല, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ. പക്ഷെ ഇപ്പം ഏതാണ്ട് മതം പോലെ അവിടെ ഉള്ളതല്ല ഇപ്പൊ ഇവിടെ ഉണ്ടോ, എല്ലാം ഉണ്ട്. നമുക്കിനിയിപ്പോ അങ്ങനെ പറയാൻ ഒക്കാത്തൊരു സാഹചര്യം. അവിടെ ഉള്ളതല്ല ഇവിടെ ഉണ്ട്. എന്തുവാ ഇല്ല? എനിക്കൊന്ന് നമ്മളെക്കാളും കുറച്ചുകൂടെ അല്ലുവലിയ ഉറക്കെ അവരാ പറയാം. നമ്മള് രണ്ട് ചെല്ലുവലിയ അടുത്തിരിക്കുന്ന പുള്ളി പോലും കേൾക്കരുതെന്നൊക്കെ അവരാ കുറച്ചുകൂടെ ശക്തിക്ക് പറയാം. അവിടെ ഉള്ളതെല്ലാം ഇപ്പൊ ഇവിടെ ഉണ്ട്. യഹോശാഫാത്ത് പറഞ്ഞു, ഞാനും നീയും നിന്റെ ജനവും എന്റെ ജനവും ഒരുപോലെ ഇരിക്കുന്നു. നമ്മളും അവരും തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഒന്ന് വായിച്ചത് ഇരിപ്പ് കണ്ടിട്ട് ഞാൻ എഴുതിയതാണെന്ന് തോന്നുന്നു. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കും. ഇസ്രായേൽ രാജാവിനോട് ഇന്ന് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചാലും എന്ന് പറഞ്ഞു. ഇസ്രായേൽ രാജാവ് 400 പ്രവാചകന്മാരെ വരുത്തി അവരോട്, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകാതിരിക്കുകയോ എന്ത് വേണ്ടു എന്ന് ചോദിച്ചു. അതിന് അവർ, പുറപ്പെടുക, ദൈവം അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്ത്, നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകനായി. മുകളിൽ ഒരു വാക്യമുണ്ട്, 2-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ.
ചില സംവത്സരം കഴിഞ്ഞ ശേഷം അവൻ ശമര്യയിൽ ആഗാമിന്റെ അരമനയ്ക്കകത്ത് ചെന്നു. ആഗാം അവനും തന്റെ ജനത്തിനും വേണ്ടി വളരെ വിരുന്നൊരുക്കി ആ ആടുകളെയും കാളുകളെയും എല്ലാം അറുത്തു. അടുത്ത വാക്യം വായിച്ചേ. ഗിലെയാദിലെ രാമോത്തിൽ തന്നോട് കൂടെ പോരേണ്ടതിന് അവനോട് അടുത്തത് ഇസ്രായേൽ രാജാവായ ആഹാബ് യഹൂദ രാജാവാകുന്ന യഹോശാഫാത്തിനോട് നീ എന്നോടുകൂടെ ഗിലെയാദിലെ രാമോത്തിലേക്ക് പോരുമോ എന്ന് ചോദിച്ചതിന് യഹൂദ രാജാവാകുന്ന യഹോശാഫാത്ത് ആഗാമിനോട് എന്നാ പറഞ്ഞേ? എന്റെ ജനവും നിന്റെ ജനവും ഒരുപോലെയല്ലോ. അല്ലല്ല, അതിനുമേലുള്ളൊരു പദമുണ്ട്. അങ്ങനെ വായിക്കും. ഇല്ല, ഞാൻ വായിക്കെടുത്ത മിക്കവാറും കൊടുക്കാൻ സാധ്യത. ഒന്നുകൂടെ നോക്കട്ടെ, അവനവനോട് ഞാനും നീയും എന്റെ ജനവും നിന്റെ ഒരുപോലെയല്ലോ. ഒരുപോലെ അല്ലേ? അവര് നമ്മളുമായിട്ട് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഇല്ല. എന്തോ വ്യത്യാസം? വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാനും നീയും എന്റെ ജനവും നിന്റെ വ്യത്യാസമുണ്ട്. അത് പ്രാർത്ഥന മാത്രമല്ല, വസ്ത്രധാരണത്തിൽ മാത്രമല്ല, ആരാധനയിൽ മാത്രമല്ല, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വ്യത്യാസമുണ്ട്. വസ്ത്രത്തിൽ മാത്രമല്ല, ആഭരണം ഇടുന്നത് മാത്രമല്ല. സ്തോത്രം. ഒരു 3 മണിക്കൂർ നമ്മളെല്ലാം കൂടി ഇതിനകത്ത് കയറി ബഹളം ഉണ്ടാക്കുന്നതിലുമല്ല. ആ 3 മണിക്കൂർ ഭയങ്കര അന്തരീക്ഷമാണ്. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറഞ്ഞത്. 3 മണിക്കൂർ ഭയങ്കര. ചില പറഞ്ഞ തീയാന്നാ പറഞ്ഞത്, ചില പറഞ്ഞില്ല കത്തട്ടെന്ന്. എന്തോ ആണ് ആ തീ? കത്തട്ടെന്ന്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ വായിക്കുന്ന തീയിലും യഹോവ ഇല്ലായിരുന്നെന്ന്. തീയിലും യഹോവ അങ്ങനെ അടിച്ചേക്കുന്നത്. നമ്മൾ പറയാ കത്തട്ടെന്ന്. എതിരല്ലേ പറഞ്ഞത്? ഈ 3 മണിക്കൂർ ഭയങ്കരമാണ്. പണ്ടൊരു സമയം ഭയങ്കര ഉണർവ് നടന്നത്. എല്ലാവരും ആത്മാവ് നിറഞ്ഞ് ഭയങ്കര നൃത്തം ചെയ്യാം. അപ്പം വലിയ നിറമില്ലാത്തൊരു പുള്ളി ഇരിപ്പുണ്ട്. പുള്ളിക്ക് വരെ എല്ലാം അറിയാം. പുള്ളി ഉടനെ 2 കൈ ഉയർത്തി വെച്ച് പറഞ്ഞു, കർത്താവേ, ഇപ്പം വരിക, ഒരു 4-5 എണ്ണത്തിനെ കൊണ്ടുപോകാൻ. 1.5 കഴിഞ്ഞ ഒരെണ്ണത്തിന് ഇപ്പം വരിക, ഒരു 4-5 എണ്ണത്തിനെ ഇവിടുന്ന് കൊണ്ടുപോകാം. 1 മണി വരെ ആ വർഷത്തിൽ 1.5 കഴിഞ്ഞ ഒരെണ്ണത്തിന് നിനക്ക് കിട്ടുകയല്ലെന്ന് പറഞ്ഞു. മനസ്സിലായി കാണും. ദൈവത്തിന് മഹത്വം. ആരാധനയുടെ 3 മണിക്കൂർ മാത്രമല്ല, വസ്ത്രധാരണത്തിൽ മാത്രമല്ല, ആഭരണം ധരിക്കുന്നതിന് മാത്രമല്ല, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നാം വേർപാട് പാലിക്കണം. 3:8 അറിവുള്ള വാക്യമാണ്, വായിച്ചു. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള അവരുടെ ന്യായപ്രമാണങ്ങൾ അതാ വ്യത്യാസം വേണമല്ലോ. വ്യത്യാസമില്ല പിന്നെ അവര് നമ്മളുമായിട്ട് വ്യത്യാസം വേണമല്ലോ. ഒരു കാര്യത്തിലല്ലല്ലോ, എല്ലാ കാര്യത്തിലും എല്ലാത്തിനും വ്യത്യസ്തത ഉണ്ടായിരിക്കണം. അന്നേരം നമ്മൾ അധികം സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് മനസ്സിലാവും. അല്ല, ഞാൻ ചോദിക്കട്ടെ, സ്വാമിമാരെ കണ്ടാൽ അറിയാം സ്വാമിയാന്ന്. ഞാൻ സ്വാമിയാന്ന് പറയണ്ട. ഞാൻ സ്വാമിയാ കേട്ടോ. പള്ളിയിലെ അച്ഛൻ റോഡിൽ കൂടെ പോയാലും വണ്ടിയെ പോയാലും വഴി എവിടെ വെച്ച് കണ്ടാലും ഞാൻ അച്ഛനാണെന്നൊന്നും പറയണ്ട. എന്തേലും പറ. ആശുപത്രി ചെന്ന് കഴിയുമ്പോൾ ഞാൻ നേഴ്സാണെന്നൊന്നും പറഞ്ഞു കിടക്കണ്ട. ഞാൻ നേഴ്സാ, ഈ ആശുപത്രിയിലെ നേഴ്സാ കേട്ടോ, സീനിയർ. പറയണ്ട കണ്ടാ അറിയാം. ഇപ്പൊ ഈ രാജ്യത്തെ പോലീസുകാരെ ഞാൻ പോലീസാന്ന് പറയുമൊന്നും വേണ്ട. 2 വശത്തും ആ തോക്കാം. എന്നോട് പറഞ്ഞു തന്നു, ഞാൻ ഓടിക്കുന്നൊന്നുമില്ല, എന്തെങ്കിലും പറഞ്ഞു തന്ന അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അവർ വരുമ്പം സ്റ്റിയറിംഗിൽ തന്നെ കൈയിരിക്കണം, അനങ്ങരുതെന്ന്. അത് നല്ല കാര്യമാണ്. അവരുടെ വണ്ടിയിൽ ലൈറ്റും പരവും ഒക്കെ കാണുമ്പോൾ അറിയാം.
അവർ വിളിച്ച് പോലീസ് വരുന്നുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞാണോ വരുന്നത്? നമ്മുടെ അവിടെ ചിലപ്പോൾ അങ്ങനെ വിളിച്ചു പോകും. കണ്ടാലറിയാം. അല്ല, ഒരു ദൈവവൈദ്യനെ കണ്ടാലും അറിയാം. വിളിച്ചു പോവൊന്നും വേണ്ട, വിളിച്ചു പോവണ്ട, പറഞ്ഞു നടക്കാൻ വേണ്ട. അതിനെ കണ്ടാലറിയാം. പിന്നെ അടുത്തിടപെട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ആ ശമരിയാക്കാരി ആദ്യം പറഞ്ഞു യഹൂദനാന്ന് പറഞ്ഞു. സംസാരം കൂടിയപ്പോൾ പറഞ്ഞു, അയ്യോ നീ യഹൂദൻ മാത്രമല്ല, ഒരു പ്രവാചകനാണ് കേട്ടോ. സ്തോത്രം. പറഞ്ഞു ഒടുവിൽ സംസാരത്തിന്റെ മൂർധന്യാവസ്ഥ വന്ന് സംസാരം നിർത്താനാ പറഞ്ഞു, നീ മിശിഹായ. അടുക്കും തോറും അറിയണം. നമ്മളോട് അടുക്കും തോറും ആദ്യം നമ്മൾ പറയും മിശിഹായ എന്ന് പറയും. പുള്ളിയാ മിശിഹായ. ഞങ്ങളുടെ സഭയില് 2 വർഷം കഴിയുമ്പോഴോ മിശിഹായ ഒന്നുമല്ല, പുള്ളി ഇടയ്ക്കൊരു പ്രവചനമൊക്കെ പറയും. 4 കൊല്ലം കഴിയുമ്പോൾ ഇയാൾ മിശിഹായും പ്രവാചകനും വന്നതല്ല. ഒരു മനുഷ്യൻ 10 കൊല്ലം കഴിഞ്ഞിട്ട് മനുഷ്യന് വരുന്ന വിശാശാണ് ഇയാൾ. എന്നാ കർത്താവിനെ അറിയുന്തോറും പാടിയില്ലേ, നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല, നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഒന്നുമില്ല. പരമരമേശ വരവരു നീയത്രയൻ രക്ഷസ്ഥാനോ, പരമരമേശ വരമരുളീശ. കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അറിയുന്നതോറും അവൻ സ്നേഹം വർദ്ധിക്കണം. നമ്മളോട് ഒരാളെ ഇടപെടും തോറും അവർക്ക് നമ്മളോട് താല്പര്യം. നമ്മള് പുള്ളിയെ പറ്റി അറിഞ്ഞതുപോലെ അല്ലല്ലോ. നമ്മൾ പുള്ളിയെ പറ്റി അറിഞ്ഞതുപോലെ പാസ്റ്ററെ പറ്റി അല്ലെ അമ്മാമ്മയെ പറ്റി ആൾക്കാരല്ല അത് ഇതും പറയും. പക്ഷെ പുള്ളിക്കാരോട് ഇടപെട്ടോ നല്ല മാന്യമായിട്ട് ഇടപെടുന്നുണ്ട്, അന്തസ്സുണ്ടല്ലോ. അങ്ങനെ വേണം, അങ്ങനെ വേണം. സ്തോത്രം. എന്നോടൊരിക്കലും ഒരാൾ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ പിന്നെ ഞങ്ങൾ ഇപ്പോഴും ഇവിടെ പറയുമായിരുന്നു, എങ്ങനെയാ പുള്ളിയോടൊന്ന് മിണ്ടുന്നത്? നമ്മൾ നേരിട്ട് അതിനെ മിണ്ടുന്നതിനെ എല്ലാവരോടും മിണ്ടേണ്ടതേ മിണ്ടാവും, മിണ്ടേണ്ടതുപോലെ ട്യൂണ് മാറുന്നത് കഴിയുമ്പം സംസാരം അങ്ങ് നിർത്തുന്നതാണ് നല്ലത്. സംശയത്തിന്റെ വിത്തിട്ടപ്പോഴേ ഈ തള്ള പറഞ്ഞാൽ മതിയായിരുന്നു, എടാ വൈകിട്ട് വാച്ചായം വരുമ്പോൾ നമുക്ക് സംസാരിക്കാം അല്ലേ, നിർത്തിയാ പോരെ. വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഇവനിത് ചോദിക്കേണ്ട ഒരു കാര്യമോ? അപ്പൊ ആ ഡയലോഗ് വന്നപ്പോഴേ അമ്മാമ്മ പറഞ്ഞാൽ മതിയായിരുന്നു, എടാ വൈകിട്ട് വാ അച്ചായം വരും, എന്നാലും നമുക്ക് സംസാരിക്കാം, എനിക്ക് ഇച്ചിരി തറുതിയുണ്ട് അല്ലേ. അന്നേരം പുള്ളിക്കാരി പറഞ്ഞു, എൻ്റെ ഫോൺ നമ്പർ കൂടെ എഴുതിക്കോളാം, നീ വൈകിട്ട് വാട്സപ്പിനകത്ത്. അന്നേരം പാമ്പിൻ്റെ അടുത്ത് എന്ത് വിനയുണ്ടായി. സംസാരിക്കേണ്ടത് സംസാരിക്കാവോ? നമ്മുടെ കർത്താവിനോട് അടുക്കുന്ന ഒരു സ്നേഹം വർദ്ധിക്കുക. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകും. അതെ, നമുക്ക് മടങ്ങി വരാം ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഇവര് യഹൂദ മതം വിട്ട് നസ്രായ മാർഗം എന്നാ പറയേണ്ടത്. ഇപ്പൊ അത് പറയാനൊക്കത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, മതമായി. ഞാൻ നാട്ടിൽ, ഇവിടുത്തെ എനിക്ക് അറിയത്തില്ല, നാട്ടിലെ രീതി വെച്ച് പറയാം. അവിടെ ഉള്ളതല്ല ഇപ്പൊ നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ, ഉണ്ടല്ലോ. വേണ്ട 1-2 കാര്യമേ അല്പം വ്യത്യാസം ഉള്ളായിരുന്നു. ഇപ്പൊ അതുമായി. സ്തോത്രം. പണ്ട് ഈ വേർപാടുകാര് ആ പേര് വരാൻ കാര്യം അതുകൊണ്ട് അതിന് മുമ്പുണ്ടായിരുന്നു വിയോജിത പ്രസ്ഥാനം. വിയോജിതർ, സൈമൺ സാറൊക്കെ അതായിരുന്നു വിയോജിതർ. എല്ലാ കാര്യത്തോടും യോജിക്കാൻ ഒക്കുന്നില്ല. അപ്പം അതൊക്കെ വെച്ച് സാറൊരു പാട്ടെഴുതി. അപ്പൊ ആ പാട്ട് പോലാണോ ഇപ്പൊ പോകുന്നതെന്ന് ഞാൻ നിങ്ങൾ വല്ലതും ചിന്തിക്കുന്നത് നല്ലതാണ്. വഴി ഇങ്ങനെയാണ്, എപ്പോഴും ഞാൻ പാടുന്നതാണ്. കളിഘോഷങ്ങളിൽ രസിപ്പോരില്ല, കർത്തൃഭാവം ധരിപ്പോരില്ല,
കള്ളിക്കോശങ്ങളിൽ രസിപ്പോരില്ല, കർത്തൃപാപം ധരിപ്പോരില്ല, ബഹുജന സ്തുതി കൊതിയനല്ല, പരനെനിക്ക് കീഴ്പ്പെടണമെന്നില്ല. ഭാഗ്യമിത് പ്രാണസഖേ. എന്നോട് ഈ പാട്ടിനെ പറ്റി ബ്രദറിന്റെ ഇപ്പോൾ മുതിർന്ന മൂപ്പനായിരിക്കുന്ന ആദരണീയ കർത്തദാസൻ മൈലപ്പറ കരുവഞ്ചേരിയിലെ പിൽസാർ ഒരിക്കൽ എന്നോട് പറഞ്ഞു,